യുഎസിൽ അമേരിക്കൻ പ്രസിഡന്റ് നിരോധനം ഏർപ്പെടുത്തിയ 7 മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇറാഖിനെ ഒഴിവാക്കിയതായി വൈറ്റ് ഹൌസ്. ഇറാഖ് സർക്കാർ വിസ പരിശോധനയിലും വിവരങ്ങൾ കൈമാറുന്നതിലും കർശന നടപടികൾ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാഖ്, ഇറാൻ, ലിബിയ, സിറിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിരോധനം ഏർപ്പെടുത്തിയ ട്രംപിന്റെ ഉത്തരവ് കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. സൗദി അറേബ്യ, ബഹ്റൈൻ എന്നീ രാഷ്ട്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയിൽ ഇന്നു മുതൽ സിംഗിൾ എൻട്രി സംവിധാനം നിലവിൽ വന്നു. ഏതെങ്കിലും ഒരു രാജ്യത്തെ എമിഗ്രേഷൻ കസ്റ്റംസ് നടപടികൾ പൂർത്തിയാക്കി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുന്നതാണ് സിംഗിൾ എൻട്രി സംവിധാനം. GCC പൗരന്മാർക്ക് മാത്രമാണ് സിംഗിൾ എൻട്രി വിസ അനുവദിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 3 മാസം പദ്ധതി നടപ്പിലാക്കും. അതിനുശേഷം മുഴുവൻ യാത്രക്കാർക്കും സിംഗിൾ എൻട്രി നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. നിലവിൽ 2 രാജ്യങ്ങളുടെയും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ യാത്രക്കാർ പാസ്പോർട്ട്, കസ്റ്റംസ് പരിശോധനകൾ പൂർത്തിയാക്കണം. ഇത് കോസ്വേയിലെ തിരക്ക് വർദ്ധിപ്പിക്കും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ചെക്ക് പോയിന്റിൽ തിരക്ക് പകുതിയായി കുറയും. മാത്രമല്ല, ചരക്ക് ഗതാഗതം എളുപ്പമാവുകയും ചെയ്യും. നിലവിൽ ട്രക്കുകൾ 6 മണിക്കൂറിലേറെ കസ്റ്റംസ് പരിശോധനയ്ക്കായി കാത്തിരിക്കണം. സിംഗിൾ എൻട്രി സംവിധാനം ചരക്ക് ഗതാഗതത്തിനും ബാധകമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സിംഗിൾ എൻട്രി പോയിന്റ് സംവിധാനം ഗൾഫ് പൗരന്മാർക്ക് മാത്രമാണ് നടപ്പിലാക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ 3 മാസത്തിനകം GCC ഇതര പൗരന്മാർക്കും സിംഗിൾ എൻട്രി അനുവദിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഇത് ഇരു രാജ്യങ്ങളിലെയും വിദേശ തൊഴിലാളികൾക്ക് അനുഗ്രഹമാകും. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ദിവസവും 30,000 വാഹനങ്ങൾ കോസ്വേയിലൂടെ കടന്നുപോകുന്നുണ്ട്. തിരക്കുള്ള ദിവസം ശരാശരി 1 ലക്ഷം യാത്രക്കാർ കോസ്വേ ഉപയോഗിക്കുന്നുണ്ട്. മുഴുവൻ യാത്രക്കാർക്കും സിംഗിൾ എൻട്രി അനുവദിക്കുന്നതോടെ പ്രവേശന കവാടങ്ങളിൽ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ എമിറേറ്റിൽ 65 ദശലക്ഷം ദിർഹം ചെലവഴിച്ച് റോഡ് വികസനം നടപ്പാക്കുന്നു. ഷാർജ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങുന്ന പുതിയ റോഡ് പൊതുജനങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമാകുന്ന രീതിയിലാണ് പണിയുന്നത്. ഷാർജ യൂണിവേഴ്സിറ്റി ഭാഗത്താണ് വൻ റോഡ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുള്ള കവാടം മുതൽ അൽബദിയ പാലസ് വരെയാണ് പ്രധാന റോഡ് നിർമ്മാണം. ഈ മാസം അവസാനത്തോടെ റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന് ഷാർജ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവും RTA ചെയർമാനുമായ യൂസഫ് സാലെ അൽ സുവൈഹി അറിയിച്ചു. 5.5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 2 വരി പാതയാണ് ഇവിടെ നിർമ്മിക്കുക. അൽജറീന, അൽനൂഫ്, അൽഖരാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. സർവീസ് റോഡ്, പാരലൽ പാർക്കിംഗ്, കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം തുടങ്ങിയവ റോഡിനോടനുബന്ധിച്ച് നിർമ്മിക്കും. റോഡിന് ഇരുവശവും മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാനും തീരുമാനിച്ചതായി അൽ സുവൈഹി വ്യക്തമാക്കി. 300 ദിവസം കൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കും. വിമാനത്താവളത്തിലേക്കും വിമാനത്താവളത്തിനടുത്തുള്ള നാഷണൽ പാർക്കിലേക്കുമുള്ള യാത്രക്കാർക്കും പുതിയ റോഡ് ഏറെ സഹായകരമാകുമെന്ന് ഷാർജ RTA അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഷാർജ. ഈ വർഷം UAE ദാനധർമ്മങ്ങളുടെ വർഷമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 1000 പരിപാടികൾ ഉൾക്കൊള്ളിച്ചുള്ള നയപരിപാടിക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ അംഗീകാരം നൽകി. അബുദാബി ഗ്രാൻഡ് മോസ്കിന് സമീപമുള്ള രക്തസാക്ഷി സ്മാരകമായ വാഹത്ത് അൽ കറാമയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. UAEയുടെ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ പ്രഖ്യാപിച്ച പദ്ധതിയുടെ വിശദാംശങ്ങൾ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദാണ് മന്ത്രിസഭയിൽ വ്യക്തമാക്കിയത്. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും പങ്കെടുത്തു. 1000 കർമ്മ പദ്ധതികളാണ് UAE വിഭാവനം ചെയ്യുന്നത്. ലോകമെങ്ങും കാരുണ്യത്തിന്റെ കരങ്ങൾ UAEയിൽ നിന്നും നീളും. വിവിധ കാരുണ്യ സാമൂഹിക പദ്ധതികൾ ഒരുമിച്ച് ചെയ്യാനുള്ള പദ്ധതിക്കാണ് UAE രൂപം കൊടുക്കുന്നത്. സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികൾക്കും ഇതിൽ പങ്കാളികളാകാനുള്ള അവസരവും UAE നൽകും. രാഷ്ട്രത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരക മന്ദിരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ പ്രഖ്യാപനമുണ്ടായത്. വ്യക്തിത്വ വികസനം, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകൽ, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയവയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. സഹിഷ്ണുത, ആദരവ്, സാമൂഹിക ബോധം എന്നിവ വളർത്തിയെടുത്ത് കുട്ടികളെ UAEയിൽ മികച്ച പൗരന്മാരാക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നുണ്ട്. സാമൂഹിക ക്ഷേമത്തിനും കാരുണ്യത്തിനും വിലപ്പെട്ട മൂല്യങ്ങൾ കർമ്മപദ്ധതിയിലെത്തിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഗർഗാവി പറഞ്ഞു. സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻനിരയിലുള്ള രാജ്യമാണ് UAE. 100-ലേറെ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ കർമ്മ പദ്ധതികളിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുക. വനിതാ മന്ത്രിമാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളതും ചുമതലകൾ നൽകിയിട്ടുള്ളതും. മാതൃഭൂമി ന്യൂസ്, അബുദാബി. റാസൽ ഖൈമയിൽ സ്വദേശിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ മത്സ്യബന്ധന ബോട്ടിന് നേരെ വെടിയുതിർത്തു. UAEയുടെ സമുദ്രാതിർത്തിയിൽ വെച്ചാണ് അജ്ഞാതൻ മറൈൻ ബോട്ടിൽ നിന്നും വെടിവെച്ചത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. UAEയുടെ ജലാതിർത്തിക്ക് സമീപത്ത് വെച്ചാണ് അബ്ദുള്ള അൽ തുനീജിയും സംഘവും സഞ്ചരിച്ച ബോട്ടിന് നേരെ ആക്രമണം ഉണ്ടായത്.
അപ്രതീക്ഷിതമായി മറൈൻ പട്രോൾ സംഘം ബോട്ടിനെ പിന്തുടരുകയും ബോട്ടിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. 6 തവണ വെടിയുതിർത്തതായി അബ്ദുള്ള പറയുന്നു. കോക്പിറ്റിന് നേരെയും വെടിയുതിർത്തു. അൽറാം സ്പോട്ടിലേക്ക് പോവുകയായിരുന്നു അബ്ദുള്ള. റാസൽ ഖൈമിൽ നിന്നും 40 കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോഴായിരുന്നു വെടിവെപ്പുണ്ടായത്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സമുദ്രാതിർത്തി ലംഘിച്ചിട്ടില്ലെന്നും ഏത് മറൈൻ പെട്രോൾ സംഘമാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമല്ലെന്നും അബ്ദുള്ള പിന്നീട് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, റാസൽ ഖൈമ. ദുബായിൽ ജൈവ കാർഷിക സമ്മേളനം നടനും ജൈവ കൃഷിയുടെ പ്രചാരകനുമായ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. തെറ്റായ ഭക്ഷണ രീതികൾ കൊണ്ട് മലയാളികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രീനിവാസൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ജൈവോൽപാദനങ്ങളുടെ ഉപഭോക്തൃ കൂട്ടായ്മയായ നേച്ചർ ബീറ്റ്സും കൃഷി ഗ്രൂപ്പ് ഓർഗാനിക് ഫേസ്ബുക്ക് കൂട്ടായ്മയും ചേർന്നാണ് ജൈവ കാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. ദുബായ് ആംലറ്റ് സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജൈവ പച്ചക്കറി വിതരണം, വിത്ത് വിതരണം, ബാൽക്കണി കൃഷി ക്ലാസ് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. അവസാന ഭാഗ്യപരീക്ഷണത്തിൽ കോടിപതിയായ സന്തോഷത്തിലാണ് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ശ്രീരാജ് കൃഷ്ണൻ. ഓൺലൈനിലൂടെ നടത്തുന്ന ഭാഗ്യക്കുറിയായ ബിഗ് ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനമായ 12.25 കോടിയാണ് തൃശൂർ വരന്തപ്പള്ളിയിൽ സ്വദേശി ശ്രീരാജിന് കിട്ടിയിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് 500 ദിർഹം വീതമടച്ച് ശ്രീരാജ് പതിവായി ബിഗ് ടിക്കറ്റ് ഓൺലൈനിൽ നിന്നും എടുത്തിരുന്നത്. 9 തവണ ഭാഗ്യം കൈവിട്ടപ്പോൾ അടിച്ചാലും ഇല്ലെങ്കിലും അവസാന ടിക്കറ്റ് എന്ന് തീരുമാനിച്ചാണ് 10ാമതും ഭാഗ്യം പരീക്ഷിച്ചത്. ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവല്ലോ പ്രതീക്ഷ, അതുപോലെ എനിക്കുണ്ടായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. കാരണം വെച്ചാൽ ഇനി ക്രെഡിറ്റ് കാർഡിൽ എടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, സ്പേസ് ഉണ്ടായിരുന്നില്ല. 446698 എന്ന നമ്പറുള്ള ടിക്കറ്റ് ശ്രീരാജിന്റെ ഭാഗ്യ നമ്പരായി. ഒന്നാം സമ്മാനമായ 70 ലക്ഷം ദിർഹം ശ്രീരാജിന്റെ ഈ ടിക്കറ്റിനാണ് കിട്ടിയത്. വിനിമയ നിരക്ക് നോക്കിയാൽ 12,72,35,476 രൂപ. ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അവരുടെ ഒരു ബഹളം, അവിടുത്തെ എക്സൈറ്റും കൊണ്ടും കേട്ടപ്പോൾ കൺഫേം ചെയ്തു. പിന്നെ അവർ രണ്ടാമത് കൺഫേം ചെയ്യേണ്ടി വിളിച്ചിരുന്നു. പിന്നെ അവർ മെയിൽ അയച്ചിരുന്നു ഒഫീഷ്യലായിട്ട്. അബുദാബിയിൽ ഷിപ്പിംഗ് കമ്പനി ജീവനക്കാരനായ ശ്രീരാജ് സമ്മാനമായി കിട്ടിയ തുക കൊണ്ട് ആദ്യം ചെയ്യുന്നത് വീട് പണിയാനെടുത്ത വായ്പ തിരിച്ചടയ്ക്കലാണ്. ബാക്കിയുള്ളതെല്ലാം വഴിയെന്ന് ഈ ഭാഗ്യവാനായ കോടീശ്വരൻ പറയുന്നു. ഭാവിയിൽ പ്രസന്റിൽ ഇപ്പോഴത്തെ നാട്ടിലെ ലോണും ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അതൊക്കെ അടച്ചു കിട്ടുക എന്നുള്ളതാണ് ആദ്യം. പിന്നെ പതുക്കെ ചിന്തിക്കുന്നതായിരിക്കും. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനായെങ്കിലും ഉള്ള പണി വിട്ട് നാട്ടിലേക്ക് പറക്കാനൊന്നും 9 വർഷമായി അബുദാബിയിലുള്ള ശ്രീരാജ് ഉദ്ദേശിച്ചിട്ടില്ല. ഭാര്യയ്ക്കൊപ്പമുള്ള തന്റെ ഗൾഫ് ജീവിതം ഇനിയും തുടരാനും പറ്റുമെങ്കിൽ വീണ്ടും വീണ്ടും ഭാഗ്യം പരീക്ഷിക്കാനുമാണ് ഈ തൃശൂർ ഗഡിയുടെ തീരുമാനം. അബുദാബിയിൽ നിന്നും സമീർ കല്ലറയ്ക്കൊപ്പം ഐപ്പ് വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്. മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇൻ ഒമാന്റെ ഭാഗമായി ഇന്ത്യൻ ഭക്ഷ്യമേള മസ്കറ്റിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ അരങ്ങേറും. ഇന്ത്യൻ ഭക്ഷ്യവിഭവങ്ങളുടെ വ്യത്യസ്തമായ ലോകം സന്ദർശകർക്കായി ഒരുക്കുമെന്ന് ഇന്ത്യൻ അംബാസിഡർ ഇന്ദ്രമണി പാണ്ഡെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 15 മുതൽ 19 വരെയായിരിക്കും മേള അരങ്ങേറുക. ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ അവസാന ഇനമായി സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേള മാർച്ച് 15 ബുധനാഴ്ച ആരംഭിക്കും. ഇന്ത്യൻ രുചിക്കൂട്ടുകൾ പരിചയപ്പെട്ടിട്ടുള്ള ഒമാനി സ്വദേശികൾക്ക് ഇന്ത്യൻ ഭക്ഷ്യമേള പുതിയ അനുഭവമായിരിക്കും. കാശ്മീരി, രാജസ്ഥാനി, ഗുജറാത്തി വിഭവങ്ങളും മറ്റു പ്രത്യേക വിഭവങ്ങളും മേളയിൽ അവതരിപ്പിക്കും. ഇന്ത്യൻ വിനോദസഞ്ചാര വികസന കോർപ്പറേഷൻ തെരഞ്ഞെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള 2 പ്രധാന പാചകക്കാരാണ് വിഭവങ്ങൾ ഒരുക്കുവാൻ മസ്കറ്റിലെത്തുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ത്യൻ എംബസി ഒരുക്കിയ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇൻ ഒമാൻ നവംബറിൽ ഒമാൻ വിദേശകാര്യമന്ത്രി യൂസഫ് ബിൻ അലവിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഫോക്ക് ഡാൻസ്, ഇന്ത്യൻ വാദ്യോപകരണ സംഗീതം, ഇന്ത്യൻ കാലിഗ്രാഫി പ്രദർശനം, ഫാഷൻ ഷോ എന്നീ പരിപാടികളോടുകൂടെ 5 മാസങ്ങളിലായി അരങ്ങേറിയ ഫെസ്റ്റിവൽ ഫുഡ് ഫെസ്റ്റിവലോടെ സമാപിക്കും. മസ്കറ്റ്, സലാല, സോഹാർ, സൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പരിപാടികൾ അരങ്ങേറിയത്. ഒമാനിൽ നിന്നുള്ള സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. വൈകുന്നേരം 6:30 മുതൽ രാത്രി 11 വരെയായിരിക്കും മേളയിലേക്കുള്ള സന്ദർശന സമയം. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ഇറാൻ എന്ന പേർഷ്യൻ രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന പവലിയനാണ് ഗ്ലോബൽ വില്ലേജിൽ ഇറാൻ തീർത്തിട്ടുള്ളത്. തേനും പരവതാനികളും അടക്കം ഇറാന്റെ തനത് വിഭവങ്ങളെല്ലാം ആഗോള ഗ്രാമത്തിലെത്തുന്നവർക്ക് മുന്നിൽ ഉണ്ട്. കവാടം തന്നെ ഇറാന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്നതാണ്.
പഴയകാലത്ത് ഇറാൻ വാസ്തുവിദ്യയിൽ അടിസ്ഥാനമാക്കിയാണ് പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം. പൗരാണിക കാലത്തെ കോട്ടകൊത്തളങ്ങളുടെ തൂണുകളും സിംഹാസനങ്ങളും ഇവിടെ ഭംഗിയായി കാഴ്ചക്കാർക്ക് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്നു. കുങ്കുമവും തേനും പരവതാനികളും കരകൗശല വസ്തുക്കളും അടക്കം ഇറാന്റേതെന്ന് അവകാശപ്പെടുന്നതെല്ലാം ഗ്ലോബൽ വില്ലേജിൽ ഇറാൻ നിരത്തിയിരിക്കുന്നു. പ്രകൃതിദത്ത തേൻ ഉൽപാദനത്തിൽ ലോകത്തിൽ തന്നെ 8ാം സ്ഥാനമുണ്ട് ഇറാന്. മലയിടുക്കുകളിൽ നിന്നുള്ള പ്രകൃതിദത്ത ഇറാൻ തേനിന് ആവശ്യക്കാർ ഏറെയുണ്ട്. കുട്ടികൾ ഉണ്ടാകാത്തവർക്കുള്ള തേൻ ഉപയോഗിച്ചുള്ള ഔഷധക്കൂട്ടും ഇറാന്റെ പവലിയനിലെത്തിയാൽ കിട്ടും. കൈകൾ കൊണ്ട് തീർത്ത പരവതാനികൾ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. പ്രകൃതിദത്ത നിറങ്ങളാണ് ഈ പേർഷ്യൻ രൂപകൽപ്പനയിൽ തീർത്തിരിക്കുന്ന പരവതാനികളിലുള്ളത്. ത്രിമാനമുള്ള എണ്ണഛായ ചിത്രങ്ങൾ, മനോഹരമായ രൂപകൽപ്പനകളുള്ള പളുങ്കുപാത്രങ്ങൾ എന്നിവയെല്ലാം ഇറാന്റെ പവലിയനിലെത്തിയാൽ കാണാം. ഇറാന്റെ കുങ്കുമപ്പൂവ് ലോക പ്രശസ്തമാണ്. വ്യത്യസ്ത ഗുണത്തിലും മേന്മയിലുമുള്ള കുങ്കുമപ്പൂവാണ് ഇവിടെയുള്ളത്. ഗുണവും മണവുമുള്ള റോസാ പുഷ്പങ്ങൾ വാറ്റിയുണ്ടാക്കിയ ഇറാന്റെ റോസ് വാട്ടറിന് ആവശ്യക്കാർ ഏറെയുണ്ട്. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പുവള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്. ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ഈ വർഷത്തെ ഫുഡ് ഫെസ്റ്റിവൽ വൻ ജനത്തിരക്ക് മൂലം മാർച്ച് 18 വരെ നീട്ടി. വിവിധതരം ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാനായി ദിനംപ്രതി ആയിരങ്ങളാണ് ഇവിടേക്കെത്തുന്നത്. ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ സംഘാടന മികവിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷനാണ് ഇപ്പോൾ ബഹ്റിൻ ബേയിൽ നടക്കുന്നത്. 10 ദിവസത്തെ ഫെസ്റ്റിവലാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും മേളയിലേക്കുള്ള ജനങ്ങളുടെ വൻ തിരക്ക് കണക്കിലെടുത്ത് 12 ദിവസം കൂടി നീട്ടി 22 ദിവസമാണ് പരിപാടി നടക്കുന്നത്. കഴിഞ്ഞ വർഷം 25,000-ഓളം പേർ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. വാരാന്ത്യങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നും നല്ല ബിസിനസ് നടക്കുന്നതായും ബൈജു. വീക്കെൻഡ്സിലൊക്കെ അഭൂതപൂർവമായിട്ടുള്ള തിരക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു 18-ാം തീയതി വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലീസ് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം. നല്ലൊരു സ്ഥലമാണ്. അത് കാരണം കൊണ്ടാണ് ഈ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് 18-ാം തീയതി വരെ. ബിസിനസ് എല്ലാവർക്കും നല്ല ബിസിനസ്സാണ്. കൂടുതൽ ഫാമിലീസിന് പറയുന്നത് അറബിയൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് പോകണം. നല്ല രാജ്യത്തെ ഭക്ഷണപ്രേമികളെയും മറ്റ് GCC രാജ്യങ്ങളിലുള്ളവരെയും ലക്ഷ്യം വച്ചാണ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ, പോഷകാഹാരം, അടുക്കള ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ 40-ലധികം ഔട്ട്ലെറ്റുകളാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ബഹ്റിൻ ഗവൺമെന്റ് ടൂറിസം രംഗത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതായി ജൂസർ രൂപവാല അഭിപ്രായപ്പെട്ടു. So it's a great idea to have a food festival of this nature, to bring all the restaurants together. The government is doing a great job of promoting tourism, bringing in so many people, and Bahrain Bay is best location on offer, promenade. Greatly, very, very well organized, and we should have this year after year. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. ഇടവേള.